राधे गोविंद जय जय राधे गोपाला राधे गोविंद जय जय राधे गोपाला राधे गोविंद जय जय राधे गोपाला गोविंद जय जय राधे गोपाला दीननाथ गोविंद अनाथनाथ गोपाला दीननाथ गोविंद अनाथनाथ गोपाला राधे गोविंद जय जय राधे गोपाला राधे जय जय राधे गोपाला राधा लोला गोविंद रासविलोला गोपाला राधा लोला रासविलोला गोपाला गोविंद जय गोविंद गोपाला जय गोपाला गोविंद जय गोविंद गोपाला जय गोपाला राधे गोविंद जय जय राधे गोपाला राधे राधे गोपाला नंदकुमार गोविंद नवनीत चोरा गोपाला नंदकुमार नवनीत चोरा गोपाला गोविंद जय गोविंद गोपाला जय गोपाला गोविंद जय जय राधे गोविंद जय जय राधे गोपाला राधे गोविंद कंसमर्दन गोविंद कालिय नर्तन गोपाला कंसमर्दन कालिय नर्तन गोपाल गोविंद जय गोविंद गोपाला जय गोपाला गोविंद राधे गोविंद जय राधे गोपाला राधे भक्तवत्सला गोविंद भागवत प्रिय गोपाला भक्तवत्सला गोविंद जय गोविंद गोपाला जय गोपाला गोविंद गोपाला जय गोपाला राधे गोविंद जय जय राधे गोपाला राधे गोविंद जय जय राधे जय जय राधे गोपाला जय जय राधे गोपाला सर्वत्र गोविंद नाम संकीर्तനം गोविंद എട്ടാമത്തെ സ്കന്ധം 15 മുതൽ 23 വരെ 9 അധ്യായങ്ങളിലാണ് വാമനാവതാരം ബലിചക്രവർത്തി ഉപാഖ്യാനം ഇവിടെ വർണ്ണിക്കുന്നു. അത്രേര്യത്തെ നവാധ്യായ വാമം വാമനചേഷ്ടിതം. വാമം ചേഷ്ടിതം, ഈ വാമന ഭഗവാന്റെ ആ ലീലകൾ വാമം പറഞ്ഞാൽ വളരെ സുന്ദരമാണ്. എന്തുകൊണ്ട് സുന്ദരം ഇവിടെ പറയുന്നു? കാണുന്നവർക്ക് നിഗ്രഹം പോലെ തോന്നിപ്പോകും. ഒക്കെ പറയാറുണ്ടല്ലോ എല്ലാവരും, തലയിൽ കാല് വച്ച് ചവിട്ടി താഴ്ത്തി പാതാളത്തിൽ കൊണ്ടാക്കി, അങ്ങനെ കാണുമ്പോൾ നിഗ്രഹം പോലെ തോന്നിപ്പോകും. നിഗ്രഹച്ഛലതോ എത്ര ബലേർ ഭൂയാൻ അനുഗ്രഹ. കാണുന്നവർക്ക് നിഗ്രഹം പോലെ തോന്നിയാലും അത് വലിയ അനുഗ്രഹമാണ്. അതാണ് ഇവിടെ ശ്രീധരസ്വാമികൾ വ്യാഖ്യാനത്തിൽ പറയുന്നു. മഹാബലി ദേവാസുര യുദ്ധത്തിൽ മയങ്ങി വീണു. അത് ആയുധം കൊണ്ട് വീണിട്ടില്ല. മഹാബലിയെ കണ്ടപ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കി. നമ്മുടെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയല്ലേന്ന് ഭഗവാൻ ഒന്ന് നോക്കി. ഭഗവാന്റെ നോട്ടം കൊണ്ട് തന്നെ മയങ്ങി വീണു. അപ്പോൾ ശുക്രാചാര്യൻ നാമം ജപിച്ചുകൊണ്ട് തലോടിയപ്പോൾ ബലിചക്രവർത്തി ചോദിക്കുന്നു, ഞങ്ങൾ അസുരന്മാരല്ലേ, ഞങ്ങൾ വസിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കുമോ? അപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു, ഭഗവാനുക്ക് ഭേദമില്ലേ, കുഴന്തയും ദൈവവും കൊണ്ടാടും ഇടത്തിൽ എന്ന് പറയാറുണ്ട്. തമിഴിൽ പഴഞ്ചൊല്ലും. കുട്ടികളും ദൈവവും ഒരേപോലെയാണ്. ആരാണ് കൊണ്ടാടുന്നുവോ അവരുടെ അടുത്ത് ചെല്ലും. നീ ഭഗവാനെ ഭജിക്കൂ എന്ന് പറഞ്ഞ്, പണ്ട് ഇങ്ങനെയൊക്കെ പുരാണങ്ങളും ഇതൊക്കെ ഇല്ലാത്ത കാലമല്ലേ, അതുകൊണ്ടാണ് അവർ ആ കാലത്ത് യാഗമാണ് ചെയ്തതെന്നും. അങ്ങനെ ഒരു യാഗം ചെയ്തു. വിശ്വജിത്ത് എന്ന പേരുള്ള യാഗമാണ്. തം ബ്രാഹ്മണ ഭൃഗവ പ്രീയമാണാ അയാജയൻ വിശ്വജിതാതൃണാകം
ജിഗീഷമാണം വിധിനാഭിഷിച്യ മഹാഭിഷേകേന മഹാനുഭാവാഃ തം ബ്രാഹ്മണാഃ. ആ വിശ്വജിത്ത് യാഗത്തിൻ്റെ ഫലം എന്താണ് ചോദിച്ചാൽ സ്വർഗം. സാധാരണ എല്ലാ യാഗത്തിൻ്റെ ഫലവും സ്വർഗം തന്നെയാണ്. ഒരു പ്രത്യേക ഫലം പറഞ്ഞാൽ പുത്രകാമമാണെങ്കിൽ പുത്രൻ, ഇല്ലെങ്കിൽ ശത്രുജയം, ഇങ്ങനെയൊക്കെ പല യാഗങ്ങളുടെ പല മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഒന്നും പ്രയോജനം ഒന്നും പറയാതെ എന്തെങ്കിലും ഒരു യാഗം പറഞ്ഞിരുന്നാൽ ആ യാഗത്തിൻ്റെ ഫലം സ്വർഗമാണ്. യാഗത്തിൻ്റെ ഫലം കൊണ്ട് സ്വർഗം കിട്ടും. പക്ഷേ ഇന്ദ്രനാവേണ്ടേ, സ്വർഗത്തിൻ്റെ രാജാവായി ആവണ്ടേ? അത് ആവണമെങ്കിൽ 100 അശ്വമേധ യാഗം ചെയ്യണം. ഇവിടെ വിശ്വജിത്ത് യാഗം ചെയ്യുമ്പോൾ തന്നെ ദിവ്യമായ കുതിരകൾ, തേര്, വില്ല്, അമ്പ്, ആയുധങ്ങളൊക്കെ കിട്ടി. പിന്നെ ഒരു ആചാര്യൻ ഒരു ശംഖം കൊടുത്തു. ആ ശംഖം വാങ്ങി സ്വർഗത്തിൽ പോയി ശംഖ് വിളിച്ചു. ബലിച്ചക്രത്തിലെ ശംഖനാദം കേട്ടപ്പോൾ തന്നെ ദേവന്മാർക്ക് പേടിയായി. അവർ വേഗം സ്വന്തം ഗുരുനാഥന്മാരോട് പറഞ്ഞു, ബൃഹസ്പതി വ്യാഴഭഗവാനോട് പറഞ്ഞു, ബലിചക്രവർത്തി യുദ്ധത്തിന് വന്നിട്ടുണ്ട്, യുദ്ധത്തിന് പോവാൻ പഞ്ചാംഗം നോക്കി നല്ല മുഹൂർത്തം പറയാവോ? ഉടനെ ശുക്രാചാര്യൻ പഞ്ചാംഗം എടുത്ത് നോക്കി, ഇങ്ങനെ നോക്കി, ഒരു മുഹൂർത്തം മാത്രമേ നല്ല മുഹൂർത്തമുള്ളൂ. അതെന്താണ് മുഹൂർത്തം? സ്വർഗം വിട്ട് ഓടിപ്പോകാനുള്ള മുഹൂർത്തമേ ഉള്ളൂ, നിങ്ങൾ ഓടിപ്പോയിക്കോളൂ, രക്ഷപ്പെട്ടോളൂ പറഞ്ഞു. പിന്നെ ദേവന്മാർക്ക് വേറെ വഴിയില്ല, ഓടി രക്ഷപ്പെട്ടു. ഇവിടെ എന്താ കാണിക്കുന്നു? ഒന്ന് ഭഗവാൻ രക്ഷിക്കണം, അല്ലെങ്കിൽ ഗുരുനാഥൻ രക്ഷിക്കണം. ഭഗവാനും കൈവിട്ട് ഗുരുനാഥനും കൈവിട്ട് കഴിഞ്ഞാൽ ദേവന്മാരായാലും ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് കാണിച്ചു തരുന്നു. ദേവന്മാർക്ക് ഭിക്ഷക്കാരായി സഞ്ചരിക്കുന്നു ഭൂലോകത്തിൽ. ഈ സമയത്താണ് ദേവന്മാരുടെ അമ്മ അതിഥി ദേവി സ്വന്തം ഭർത്താവോട് സങ്കടം പറഞ്ഞു. ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ അതിഥിയുടെ മുഖം വളരെ സങ്കടത്തോട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ചോദിക്കുന്നു, ഇവിടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. നമ്മുടെ വീട്ടിൽ അതിഥിമാർ വന്ന് ഭക്ഷണം കഴിക്കാതെ പോയോ? പണ്ടൊക്കെ അങ്ങനെയാണ് സങ്കടം വരും. ആരെങ്കിലും അതിഥി വന്ന് ഭക്ഷണം കഴിക്കാതെ പോയാൽ സങ്കടമാവും. ഇപ്പോഴോ അതിഥികൾ വന്നല്ലോ സങ്കടമായി. ഇവിടെ പറയുന്നു, ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഗൃഹേഷു അഭിവാ അതിഥയോഭ്യേത്യ കുടുംബാസക്തയാത്രയ ഗൃഹാദപോചിതായാതാഹ പ്രത്യുത്ഥാനേന വാക്വചിത്. ഇങ്ങനെയൊക്കെ കശ്യപൻ ചോദിക്കുമ്പോൾ അതിഥി പറഞ്ഞു, എൻ്റെ കുട്ടികൾ നന്നാവണം, അതിന് എന്തെങ്കിലും ഒരു മന്ത്രം എന്തെങ്കിലും ഉപദേശിച്ചാൽ നന്നായി. ഉടനെ കശ്യപൻ പയോവ്രതം എന്ന വ്രതം ഉപദേശിച്ചു. ഭഗവാനുക്ക് പാൽപ്പായസം നേദിച്ച് അത് തന്നെ പ്രസാദമായി കഴിച്ചുകൊണ്ട് ചെയ്യുന്ന വ്രതമാണ്. പൊതുവായി വിഷ്ണുവിന് നേദ്യം പായസമാണ്, പാൽപ്പായസമാണ്. അപ്പോൾ മീനമാസം ശുക്ലപക്ഷ പ്രഥമ മുതൽ ദ്വാദശി പര്യന്തം ചെയ്യുന്ന 12 ദിവസം ചെയ്യുന്ന വ്രതം ഉപദേശിച്ചു. അതേപോലെ കൃത്യം ചെയ്തു. വ്രതം സമർപ്പിച്ചപ്പോൾ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ടപ്പോൾ ഇവിടെ പറയുന്നു, നനാമ ഭുവി കായേന ദണ്ഡവത് പ്രീതി വിഹ്വള. ദണ്ഡം വീണതുപോലെ വീണ് സാഷ്ടാംഗ നമസ്കാരം ചെയ്തു എന്നാണ് പറയുന്നത്. സാധാരണ സ്ത്രീകൾക്ക് സാഷ്ടാംഗ നമസ്കാരം പറഞ്ഞിട്ടില്ല. പുരുഷന്മാരാണ് സാഷ്ടാംഗ നമസ്കാരം. സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരം, കാല്, കൈകൾ, ശിരസ് മാത്രമേ മതി. പക്ഷേ ഇവിടെ പറയുന്നു പ്രീതി വിഹ്വല, വളരെ സന്തോഷം കൂടിയപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അറിയാതെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മേ പേടിക്കേണ്ട, ദേവമാതഃ ഭവത്യാമേ വിജ്ഞാതം ചിരകാംക്ഷിതം. നീ എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ബലിചക്രവർത്തിൻ്റെ കയ്യിൽ നിന്നും സ്വർഗം യുദ്ധം ചെയ്ത് മേടിക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്താ കാരണം? എത്തേ അനുകൂലേശ്വര വിപ്രഗുപ്താഹ. ഗുരുനാഥനെ ആശ്രയിച്ചിട്ടുണ്ട്. ബലിചക്രവർത്തിക്ക് 3 നല്ല ഗുണം: ബ്രഹ്മണ്യൻ, വദാന്യൻ, സത്യസന്ധൻ. ബ്രഹ്മണ്യൻ പറഞ്ഞാൽ ബ്രാഹ്മണ ഭക്തനായി ഇരിക്കുന്നു. വദാന്യൻ ആര് എന്ത് ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്നു. പിന്നെ സത്യസന്ധനായി ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ യുദ്ധത്തിന് പോയാലും തോറ്റുപോകും. അതുകൊണ്ട് ഒരു വേറെ ഐഡിയ പറയാം. ഞാൻ നിൻ്റെ പുത്രനായി ജനിച്ച് ദാനം മേടിച്ച് തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ മറയുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ നിനക്ക് പുത്രനായി ജനിക്കുന്ന വിഷയം വേറെ ആളോട് പറയണ്ട.
പൃഷ്ടയാപി കഥഞ്ചന. നീ പോയാൽ എല്ലാവരും ചോദിക്കും, അതിഥി ഭഗവാനെ കണ്ടുവോ, എന്തെങ്കിലും പറഞ്ഞുവോ എന്ന് ചോദിക്കും. ചോദിച്ചാൽ പോലും പറയാത്. പൃഷ്ടയാപി, ഇത് രഹസ്യമാണ് എന്നെ പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു. ഇതാണ് കുഴപ്പമായി. വെറുതെ പറഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും. ഇത് ഒരു രഹസ്യം, വേറെ ആരോട് പറയേണ്ട പറഞ്ഞാൽ മതി. പിന്നെ ആ സ്ത്രീ അടുത്ത സ്ത്രീയോട് പറയും, നിനക്ക് രഹസ്യം അറിയാവോ, ഞാൻ പറയാം. ഇങ്ങനെ പറഞ്ഞ് ഇത് പരസ്യമാകും. അങ്ങനെ വേറെ ആളോട് പറയേണ്ട ഭഗവാൻ പറഞ്ഞു. ഇപ്പോൾ അതിഥിക്ക് സങ്കടമായി. സ്വന്തം ഭർത്താവോട് എങ്ങനെ പറയാതിരിക്കും? പണ്ട് പതിവ്രത സ്ത്രീകൾ ഒന്നും മറച്ച് വയ്ക്കാറില്ല. ഇപ്പോൾ ഭർത്താവോട് പറയണോ വേണോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ ഭർത്താവ് ചോദിക്കുന്നു, അതിഥി ഭഗവാനെ കുറിച്ച് തപസ് ചെയ്തുവോ, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവോ, നിൻ്റെ പുത്രനായി ജനിച്ചോളാൻ പറഞ്ഞുവോ, ഈ കാര്യം വേറെ ആളോട് പറയേണ്ടാൻ പറഞ്ഞുവോ ഭഗവാൻ, ഇത് എന്നോട് പറയണോ എന്ന് ആലോചിക്കുന്നുണ്ടോ എന്ന് സ്വയം കശ്യപൻ അത് കണ്ടുപിടിച്ചു. സവൈ സമാധിയോഗേന കശ്യപസ്തത് അബുധ്യത്തെ. പിന്നെ ഒരു നല്ല ദിവസം കേരളത്തിൽ ആഘോഷിക്കുന്ന ദിവസമാണ് ഓണം പണ്ടിക. ഓണം പറയാറുണ്ടല്ലോ. ഓണം വെറു ഓണം പറയാറില്ല, തിരുവോണം. ഭഗവാന്റെ നക്ഷത്രം പറയുമ്പോൾ തിരുവോണം. അതുപോലെ ശിവൻ്റെ നക്ഷത്രം തിരു ആതിര. വെറു ആതിര പറയാൻ പറ്റില്ല, ആർദ്രവാണ്. പക്ഷേ തിരു പറയണം, കുറച്ച് പൂർവ്വം ഒരു നല്ല മര്യാദയോടെ പറയണം. തിരുവോണം, തിരുവാതിര. അങ്ങനെ ചിങ്ങമാസം ഓണ നക്ഷത്രത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നു. ആ വാമന ഭഗവാനെയാണ് കേരളീയർ എല്ലാവരും ആഘോഷിക്കുന്നു. കേരളീയർ വാമന ഭഗവാനെ ആഘോഷിക്കാൻ എന്താണ് കാരണം ആലോചിച്ചപ്പോൾ എനിക്കൊരു പിടികിട്ടി. ഈ വാമന അവതാരമാണ് കേരളീയരെ പോലെ ഇരിക്കുന്ന അവതാരം. കേരളീയർ എപ്പോഴും കയ്യിൽ കുട പിടിച്ച് നടക്കും. ഈ വാമന അവതാരത്തിലും ഭഗവാൻ കയ്യിൽ കുട വെച്ച് നടക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലെ ഇരിക്കുന്ന അവതാരം വിചാരിച്ചിട്ടുണ്ടാവാം. മാത്രമല്ല, വാമന അവതാരത്തിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ നിഗ്രഹം ഇല്ല, അനുഗ്രഹമാണ്. ഇപ്പോൾ രാമാവതാരം ചെയ്ത് രാവണനെ കൊന്നു, കൃഷ്ണാവതാരം ചെയ്ത് കംസനെ കൊന്നു. ഇവിടെ ബലിയെ വധം ചെയ്തിട്ടില്ല ഭഗവാൻ, ബലിയുടെ അഹങ്കാരം മാറ്റി രക്ഷിച്ചു. പിന്നെ ബാക്കി അവതാരം ചെയ്ത് മടങ്ങിപ്പോയി ഭഗവാൻ, വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോയി. രാമാവതാരം ചെയ്ത് പിന്നെ വെള്ളത്തിൽ ഇറങ്ങി മറഞ്ഞുപോയി. കൃഷ്ണാവതാരത്തിൽ അങ്ങനെ മറഞ്ഞുപോയി. വാമനാവതാരത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. സുതലം എന്ന സ്ഥലത്തിൽ, പാതാളത്തിൽ ഭഗവാൻ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ വാമനാവതാരത്തിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളീയർക്ക് പഞ്ചാംഗം തുടങ്ങുന്നത് എന്ന് ചിങ്ങമാസത്തിലാണ് തുടങ്ങാറുള്ളത്. സാധാരണ ബാക്കി എല്ലാ പ്രദേശത്തിലും പഞ്ചാംഗം ചിത്രമാസമാണ്, ചൈത്രമാസത്തിലാണ് തുടങ്ങാറുള്ളത്. ഇത് കേരളീയർക്ക് മാത്രം പ്രത്യേകം ചിങ്ങം തൊട്ടാണ് തുടങ്ങുന്നത് പഞ്ചാംഗമൊക്കെ. ഇതാ കാരണം വാമനൻ ജനിച്ച മാസം ആയിക്കോട്ടെ. അത് വാമന ഭഗവാനൊക്കെ പ്രത്യേക നേദ്യം എന്താണെന്ന് ചോദിച്ചാൽ നേന്ത്രം പഴം. നേന്ത്രം പഴം എന്താണെന്ന് ചോദിച്ചാൽ തൃക്കാക്കരയപ്പനുണ്ടല്ലോ, അവിടെ ഒരു ഭക്തൻ ഇങ്ങനെ കദളി വെച്ചു, പക്ഷേ അതിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഭഗവാന്റെ തൃക്കാക്കരയപ്പനോട് പ്രാർത്ഥിച്ചു, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേന്ന്. ഭഗവാൻ നേത്രം കൊണ്ട് നോക്കിയപ്പോൾ നന്നായിട്ട് അത് വന്നു. ഭഗവാന്റെ നേത്രം കൊണ്ട് ഉണ്ടായത് കൊണ്ടാണ് അത് നേന്ത്രം പഴം. അത് നേത്രം കൊണ്ട് കാരുണ്യം കൊണ്ട് ഉണ്ടായി. അങ്ങനെ ഭഗവാൻ അവതരിച്ചു. ശുഭദിനത്തിൽ ദേവന്മാരൊക്കെ ഭഗവാനെ പാടി. ജയ ഹോ വാമന, ജയ ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ വാമന, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ വാമന, ജയ ഹോ ത്രിവിക്രമ, ജയ ജയ ഹോ ത്രിവിക്രമ, ജയ ഹോ ത്രിവിക്രമ, ജയ ജയ ഹോ ത്രിവിക്രമ, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ ത്രിവിക്രമ, ജയ ഹോ വാമന, ജയ നാരായണ, ജയ ഹോ ത്രിവിക്രമ, ജയ ജയ ഹോ വാമന. ജയ് ബോളോ വാമന ഭഗവാൻ കീ ജയ്. വാമനൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഷ്ടാണാം മതം വമയതി. ദുഷ്ടന്മാരുടെ മതം, അഹങ്കാരത്തെ നശിപ്പിക്കുന്നവൻ.
ഛർദ്ദിപ്പിക്കുന്നവൻ വമയതീതി വാമനഃ. എന്നാൽ വാമനത്വാച്ച ചെറിയ രൂപത്തിലായതുകൊണ്ട് അത് സൗന്ദര്യം കൂടുതലാണ്. അതുകൊണ്ടാണ് വാമനൻ എന്ന് പേരിട്ടു. ആദ്യം ചതുർഭുജ ശംഖചക്ര കഥാപത്മധാരിയായി ദർശനം കൊടുത്തു. അതിഥിയും കശ്യപനും ചെറിയ ഉണ്ണിയായിട്ട് മാറണേന് പ്രാർത്ഥിച്ചപ്പോഴാണ് 7 വയസ്സ് പ്രായത്തിലുള്ള ഉണ്ണിയായി മാറി ഭഗവാൻ. 7 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണന്മാർക്ക് ഉപനയന സംസ്കാരം നടത്തണം. കാമം ഉണ്ടാവും മുമ്പ് തന്നെ ഗായത്രി മന്ത്രം ഉപദേശിക്കണം. അപ്പോൾ ബ്രഹ്മാവ് അവിടെ സൂര്യഭഗവാൻ വന്നിട്ടുണ്ട്. സൂര്യഭഗവാൻ തന്നെ ഗായത്രി മന്ത്രം ഉപദേശം കൊടുത്തു. സാവിത്രീം സവിതാബ്രവീത്. ബൃഹസ്പതി ഭഗവാൻ വ്യാഴ ഭഗവാൻ പൂണൂൽ അണിയിച്ചു. മേഖലാം കശ്യപദാത്ത്. ദർഭപ്പുല്ലുകൊണ്ട് ഒരു ബെൽറ്റ് പോലെ ധരിക്കണം. അത് ധരിച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷറൊക്കെ വരാറില്ല. അങ്ങനെയുള്ള ആ ദർഭപ്പുല്ല് കൊണ്ട് ദർഭപ്പുല്ല് ധരിപ്പിച്ചു കശ്യപൻ. പിന്നെ ഭൂമിദേവി മാൻതോൽ കൊടുത്തു. ബ്രഹ്മചാരി കുട്ടികൾ മാൻതോൽ കൊണ്ടിങ്ങനെ ശരീരം മറച്ച് വയ്ക്കണം. ഇപ്പോൾ അത്രയും മാൻതോൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ചെറുതാക്കി ഇങ്ങനെ ഇടണം. പിന്നെ കൂടുതൽ മാൻതോൽ ധരിച്ചു പോയാൽ പിന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ചെറുതാക്കി ധരിച്ചിരിക്കണം. ആ മാൻതോൽ ഭൂമിദേവി കൊടുത്തു. ദദൗ കൃഷ്ണാജനം ഭൂമി. പിന്നെ ദണ്ഡം, ഒരു പലാശവൃക്ഷം അല്ലെങ്കിൽ ആളിൻ്റെ അരയാളുടെ ഒരു ദണ്ഡം കയ്യിൽ പിടിച്ച് വയ്ക്കണം. അത് കയ്യിൽ വെച്ചാൽ നല്ല മെമ്മറി പവർ ഉണ്ടാവും. അത് ചന്ദ്രൻ കൊടുത്തു. അമ്മ കൗപീനം അണിയിച്ചു. ആകാശരാജൻ കൊട കൊടുത്തു. ബ്രഹ്മാവ് കമണ്ഡലു കൊടുത്തു. ദർഭപ്പുല്ലു കൊടുത്തു സപ്തഋഷീശ്വരന്മാർ. സ്ഫടികമാല കൊടുത്തു സരസ്വതി ദേവി. ഭിക്ഷ എടുത്താണ് ഭക്ഷണം കഴിക്കണം. അപ്പം ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു. ഭിക്ഷ ഇടേണ്ടത് ആദ്യം ആരാണ്? അമ്മയാണ് ഭിക്ഷ കൊടുക്കണം. അഗ്രേ മാതരം ഭിക്ഷേത്, മാതരം അഗ്രേ ഭിക്ഷേത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അമ്മയോടാണ് ആദ്യം ഭിക്ഷ ചോദിക്കണം. അമ്മയോട് ചോദിക്കണം പറയാൻ എന്താ കാരണം? ഇല്ലേ പറയാത്ത ആളോടാണ് ആദ്യം ചോദിക്കണം. ആദ്യം ചോദിക്കുന്ന ആളിൽ തന്നെ ഇല്ലേ പറഞ്ഞാൽ പിന്നെ എവിടെ പോയാലും ഇല്ലേ പറയും. അപ്പോൾ അമ്മയോട് എപ്പോൾ ചോദിച്ചാലും ഇല്ലേ പറയാറില്ല. രാത്രി 12 മണിക്ക് വന്നിട്ട് അമ്മ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് പറയാം. അമ്മ ഒന്നും ഉണ്ടാവില്ല, നീ കാട് കഴുകി വരൂ എന്ന് പറഞ്ഞ് ഒരു ഉപ്പുമായെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അമ്മ. ഭാര്യ അങ്ങനെയല്ലേ, പാല് മാത്രമേ ഉള്ളൂ, കുടിച്ച് കടന്നോളൂ പറയും. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ അമ്മയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമായതുകൊണ്ട് അമ്മയോട് ആദ്യം ഭിക്ഷ ചോദിക്കണം. പക്ഷേ ഇവിടെ അതിഥി അമ്മ കാത്തിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഭിക്ഷാം ഭഗവതി സാക്ഷാത് ചോട്ടാനീക്കര ഭഗവതിയോട് ഭിക്ഷ ചോദിച്ചു. എന്താ കാരണം? സഹോദരി അവിടെ വന്നിട്ടുണ്ട്, എനിക്ക് കൊടുക്കാൻ കയ്യിൽ ഒന്നുമില്ലല്ലോ വിചാരിച്ച പോലാണ്. സഹോദരിയോട് ഭിക്ഷ ചോദിച്ചാലും കുഴപ്പമില്ല. പ്രഥമം അമ്മ ഇല്ലെങ്കിൽ സഹോദരിയോട് ഭിക്ഷ ചോദിക്കണം. അങ്ങനെ ഭിക്ഷ മേടിച്ചു ഭഗവാൻ. പിന്നെ ചമിതമൊക്കെ ഇട്ട് അഗ്നിയെ ഹോമിച്ചു. പിന്നെ ബലിചക്രവർത്തി യാഗശാലയ്ക്ക് ചെല്ലുന്നു. ബലിചക്രവർത്തി അശ്വമേധയാഗം നടത്തുന്നു. ഭൃഗുകച്ഛം എന്ന സ്ഥലത്തിലാണ്. ഇപ്പോൾ ഭരുച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നു. ഗുജറാത്തിലാണ്, നർമ്മദാ തീരത്തിലാണ്. തം നർമ്മദായാസ്തട ഉത്തരേ ബലേഹി വ്യരിത്വിജസ്തേ ഭൃഗുകച്ഛ സംയകേൻ പ്രവർത്തയന്തോ ഭൃഗവക്രതോത്തമം വിചക്ഷതാരാദുജിതം യഥാരവിം. വാമന ഭഗവാൻ കയ്യിൽ കൊടയും ദണ്ഡവും അതേപോലെ കമണ്ഡലം എടുത്തു വരുന്നത് കണ്ടപ്പോൾ ആ ഭഗവാന്റെ തേജസ് കണ്ട് അവിടെ ഇരിക്കുന്ന ഋഷീശ്വരന്മാർക്ക് നോക്കുന്നു. സൂര്യക്കിലായാത്യുതവാ വിഭാവസുഹു സനത്കുമാരോധ ദിദൃക്ഷയാക്രതോഹു. സൂര്യഭഗവാനാണ് വരുന്നു ഒരു ഋഷി പറയുന്നു. വേറെ ഋഷി പറയുന്നു സൂര്യനില്ലേ അഗ്നി ഭഗവാനാണ് വരുന്നു. പിന്നെ വേറെ ഋഷി പറയുന്നു സനത്കുമാരനാണെന്ന്. ഇവർ ഒരാൾക്കും മനസ്സിലായിട്ടില്ല വരുന്നത് ആരാണ്. പക്ഷേ ഈ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ബലിചക്രവർത്തി മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഉടനെ നമസ്കരിച്ചു. സ്വാഗതം തേ നമസ്തുഭ്യം. നിങ്ങൾക്ക് എന്താണ് വേണം? ഒരു മഹാത്മാക്കൾ നമ്മുടെ വീട്ടിൽ വന്നാൽ പിതൃക്കൾക്ക് സന്തോഷം ഉണ്ടാവും. എൻ്റെ പിതൃക്കൾക്ക് സന്തോഷമുണ്ടായി, ഞാൻ ചെയ്ത യാഗം സഫലമായി, നിങ്ങൾക്ക് എന്താണ് വേണം ചോദിച്ചോളൂ, എല്ലാം ഞാൻ തരാം. അപ്പോൾ വാമന ഭഗവാൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് ഭൂമിദാനം വേണം. ഭൂമിദാനം വേണം പറഞ്ഞപ്പോൾ ബലിചക്രവർത്തി സ്കെയിൽ കൊണ്ടുവരാൻ പോയി. അളന്ന് കൊടുക്കേണ്ടേ? അപ്പോൾ വേറെ സ്കെയിൽ ഒന്നും കൊണ്ടുവരേണ്ട, ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സംമിതാണി പദാമമ, എൻ്റെ കാല് കൊണ്ട് 3 അടി. ഈ ചെറിയ കാല് കാണിച്ചപ്പോൾ
ബലിചക്രവർത്തി അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഭഗവാൻ കാല് കാണിച്ചു കൊടുത്തു, ഞാൻ ആരാണെന്ന് നോക്കിക്കോളൂ, ശംഖ് ചക്ര യവ വജ്ര രേഖകളുള്ള എൻ്റെ തൃപ്പാദം കണ്ടോളൂ, ഞാൻ സാക്ഷാത് വിഷ്ണുവാണെന്ന് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തിട്ടും ബലിചക്രവർത്തി കാല് നോക്കാതെ മേലെ നോക്കിയിരുന്നു. എന്താ കാരണം? ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ നിൻ്റെ രൂപം എങ്ങനെയാണോ അതുപോലെ നിൻ്റെ ബുദ്ധിയും ചെറുതായിരിക്കുന്നു, ധൈര്യമായിട്ട് ചോദിക്കും. അപ്പോൾ വാമനൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, തരാൻ പറ്റുമെങ്കിൽ തന്നോളൂ, ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോഴാണ് ശരി ദാനം ചെയ്യാൻ പുറപ്പെട്ടു. അപ്പോൾ ശുക്രാചാര്യൻ അവിടെ വന്നു. ശുക്രാചാര്യൻ ഭഗവാനെ മനസ്സിലാക്കി. അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? ഭഗവാൻ പുറപ്പെട്ട സമയത്ത് മഹാലക്ഷ്മിയും ഒപ്പം വരാൻ പറഞ്ഞു. അപ്പോൾ മഹാലക്ഷ്മിയോട് മാരിടത്ത് ഇരിക്കാൻ പറഞ്ഞ് ഭഗവാൻ മാന്തോലിട്ട് ഇങ്ങനെ മറച്ച് വച്ചിരുന്നു. ഞാൻ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് ബലിചക്രവർത്തി പറഞ്ഞപ്പോൾ ബലിചക്രവർത്തിയെ നോക്കാൻ വേണ്ടി മഹാലക്ഷ്മി ആ മാന്തോല് നീക്കി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ശുക്രാചാര്യ അത് നോക്കി. കാര്യം മനസ്സിലായി. ഭിക്ഷോചിതം പ്രകടയനം പ്രഥമാശ്രമം, മഹാലക്ഷ്മിയെ കൊണ്ടുവന്നിട്ടുണ്ട്, സാക്ഷാത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കി. ദാനം കൊടുക്കേണ്ട പറഞ്ഞു. ബലിചക്രവർത്തി പറഞ്ഞു, ഞാൻ ദാനം ചെയ്യാൻ പറഞ്ഞു പോയല്ലേ, കുഴപ്പമില്ലേ, ചില സമയത്ത് നുണ പറഞ്ഞാൽ കുഴപ്പമില്ല, സ്ത്രീകളോടും ആപത്ത് സമയത്തിലൊക്കെ നുണ പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നിട്ടും ബലിചക്രവർത്തി ധൈര്യമായി പറയുന്നു, ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ശിക്ഷിച്ചാലും ഞാൻ തയ്യാറാണ് പറഞ്ഞ് ദാനം ചെയ്യാൻ പുറപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ദേവന്മാർക്ക് പൂക്കൾ കയ്യിൽ വച്ചിരുന്നു. ആർക്ക് ഇടാൻ വേണ്ടിയാണ്? വാമന ഭഗവാനക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ധൈര്യമായിട്ട് ബലിചക്രവർത്തി ദാനം ചെയ്യുന്നത് കണ്ടപ്പോൾ തഥാ അസുരേന്ദ്രം ദിവി ദേവതാഗണാഹ, ബലിചക്രവർത്തിക്ക് പുഷ്പാഭിഷേകം നടത്തി ദേവന്മാർക്ക്. ബലിചക്രവർത്തി ഗിണ്ടിയിൽ വെള്ളമെടുത്ത് ദാനം കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ശുക്രാചാര്യൻ എന്ത് ചെയ്തു? ഒരു വണ്ടിൻ്റെ രൂപം സ്വീകരിച്ച് ഗിണ്ടിയിൽ പോയി അടച്ചിരുന്നു. കാരണം വെള്ളം ഒഴിച്ചല്ലേ ദാനം കൊടുക്കണം, വെള്ളം വീഴുന്നില്ല. അപ്പോൾ വാമന ഭഗവാൻ നോക്കി, എന്തെങ്കിലും തുളസിപ്പൂ എന്തെങ്കിലും അടച്ചിട്ടുണ്ടാവും പറഞ്ഞ് കയ്യിലുള്ള ദർഭപ്പുല്ല് കൊണ്ട് അതൊന്ന് കുത്തിയപ്പോൾ ഈ ശുക്രാചാര്യൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു. നവഗ്രഹത്തിൽ ശുക്രൻ നല്ല ഗ്രഹമാണ്. ശുക്രൻ്റെ നോട്ടം കിട്ടിയാൽ നല്ല പണം കിട്ടും. പക്ഷേ നോട്ടം കിട്ടണമെങ്കിൽ നോക്കാൻ കണ്ണില്ല, ഒരു കണ്ണ് പോയി. എന്താ കാരണം? നല്ല കാര്യത്തിന് ദാനം കൊടുക്കാൻ പുറപ്പെടുമ്പോൾ അത് ആരാണ് തടയുന്നുവോ അവർക്ക് കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ദാനം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ആരെങ്കിലും കൊടുക്കുന്ന തരത്തിൽ കൊടുത്തോളൂ എന്ന് പറയണം. നല്ല ദാനം ചെയ്യുന്നവരോട് വേണ്ടാൻ പറഞ്ഞാൽ അതുകൊണ്ട് കണ്ണിൻ്റെ കുഴപ്പമുണ്ടാവും. പിന്നെ ശുക്രാചാര്യൻ തമിഴ്നാട്ടിൽ കുംഭകോണം അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, തിരുവെള്ളിയങ്കുടി. വെള്ളി പറഞ്ഞാൽ ശുക്രൻ ഭഗവാനെ പൂജിച്ച് വീണ്ടും കണ്ണ് പ്രാപിച്ചു. ഇപ്പോൾ കണ്ണിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ നെയ്ദീപം കൊളുത്താറുണ്ട്. അത് കൊളുത്തിയാൽ പല കുട്ടികൾക്ക് അങ്ങനെ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ ശരിയായിട്ടുണ്ട്, അവിടെ ഒരു നെയ്ദീപം സമർപ്പിക്കാറുണ്ട്. അങ്ങനെ ശുക്രനക്ക് കണ്ണ് തിരിച്ചു കിട്ടി. പിന്നെ വാമന ഭഗവാൻ വിശ്വരൂപം സ്വീകരിച്ച് തൻ്റെ വലത്തേക്കാൾ കൊണ്ട് ഭൂമി അളന്നു, ഇടത്തേക്കാൾ ഉയർത്തി, അത് ബ്രഹ്മലോകം വരെ ചെന്നു. ബ്രഹ്മാവ് പാദപൂജ ചെയ്തു. ആ തീർത്ഥം ഗംഗയായി ഒഴുകി ഓടി വരുന്നു. വീണ്ടും ചെറിയ രൂപം സ്വീകരിച്ച് മൂന്നാമത്തെ അടി എവിടെ ചോദിച്ചപ്പോൾ ബലിചക്രവർത്തി അഹങ്കാരം മാറി തല താഴ്ത്തി മൂന്നാമത്തെ അടിയായി എന്നെ തന്നെ സ്വീകരിക്കണേ, പദം തൃതീയം കുരുശീഷ്ണിമേ നിജം, എൻ്റെ ഒക്കെ പോയി, ഞാൻ ഒന്ന് ബാക്കിയുണ്ടല്ലോ, എന്നെയും കൂടി സ്വീകരിക്കണേ പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാമത്തെ അടിയായി ബലിയെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ പ്രഹ്ലാദൻ വന്ന് സ്തുതിച്ചു. അതിനുശേഷം ബലിചക്രവർത്തിയോട് ഭഗവാൻ പറഞ്ഞു, പാതാളത്തിൽ സുതലം എന്ന സ്ഥലത്തിൽ ഇരുന്നോളൂ, അവിടെ സ്വർഗത്തേക്കാൾ കൂടുതൽ വിഭവങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നോളൂ. അത് പറഞ്ഞപ്പോൾ ബലിചക്രവർത്തി പറയുന്നു, എനിക്ക് സ്വർഗവും വേണ്ടാം പാതാളവും വേണ്ടാം, ഈ തിരുവടി തന്നെ മതി. പിന്നെ പറഞ്ഞു, അടുത്ത ജന്മത്തിൽ നിന്നെ ഇന്ദ്രനാക്കാം, എനിക്ക് അടുത്ത ജന്മം ഇന്ദ്രപദവി സ്ഥാനം പോലും വേണ്ടാം, എനിക്ക് തിരുവടി മതി. ഇന്ന് തിരുവടി എടുക്കാൻ സമ്മതിച്ചില്ലേ, ഇങ്ങനെ പിടിച്ചു വച്ചിരുന്നു. പിന്നെ അവസാനം ഭഗവാൻ പറഞ്ഞു, നീ സുതരലോകത്തിൽ നിൻ്റെ മുത്തശ്ശനോട് ഭാഗവതം വായിച്ചിരുന്നോളൂ, നിൻ്റെ വീട്ടിൽ കാവൽക്കാരനായി ഞാൻ വന്നോളാം. ഇത് പറഞ്ഞപ്പോഴാണ് ശരീരം സമ്മതിച്ചു. ഇവിടെയാണ് ഭഗവാന്റെ ഒരു കാരുണ്യം. ദാനം വാങ്ങാൻ പുറപ്പെട്ട ഭഗവാൻ അവസാനം എന്ത് ചെയ്തു? തന്നെ ദാനം കൊടുത്തു.
ഇത് ദാനം വാങ്ങിയ അവതാരമല്ല, ദാനം കൊടുത്ത അവതാരമാണ്. തന്നെ ദാനമായി കൊടുത്ത അവതാരം, ഏറ്റവും കാരുണ്യമുള്ള അവതാരമാണ് ഈ വാമന അവതാരം. പിന്നെ വാമനൻ അങ്ങനെ ബലിചക്രവർത്തി വീട്ടിൽ വാതിൽ കാവൽക്കാരനായി പോയപ്പോൾ മഹാലക്ഷ്മിക്ക് സങ്കടമായി. ഭർത്താവ് എവിടെ ചോദിച്ചാൽ ഭർത്താവിൻ്റെ ജോലി എന്താണ്? മഹാലക്ഷ്മി എത്ര പണമുള്ള ആളാണ് മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ ഭർത്താവ് എന്താ ജോലി? അവിടെ വാച്ച്മാൻ ജോലിയാണെന്ന് പറഞ്ഞാൽ നന്നാവുമോ? അപ്പോൾ മഹാലക്ഷ്മി എന്ത് ചെയ്തു? ബലിചക്രവർത്തിയോട് വന്നു. രക്ഷാബന്ധൻ ഒരു ദിവസം ഉണ്ട്. അന്ന് സ്ത്രീകളൊക്കെ സഹോദരനായി ചില ആളുകളെ സങ്കല്പിച്ച് രക്ഷാബന്ധൻ രാഖി കട്ടും. അപ്പോൾ സഹോദരിക്ക് എന്താണ് ആഗ്രഹം അത് സാധിപ്പിക്കും ജ്യേഷ്ഠന്മാരായിരിക്കുന്നവർ. അപ്പോൾ മഹാലക്ഷ്മി ബലിചക്രവർത്തിയോട് പറഞ്ഞു, എനിക്ക് ജ്യേഷ്ഠനില്ലേ, നിന്നെ ജ്യേഷ്ഠനായി കരുതുന്നു. ശരി പറഞ്ഞ് രക്ഷാബന്ധനം കെട്ടിയപ്പോൾ ചോദിച്ചു, എന്താ വേണം? ഇപ്പോൾ നല്ല കാവൽക്കാരൻ വാച്ച്മാൻ ഒന്നും കിട്ടാനില്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആ കാവൽക്കാരൻ എന്നോട് അയച്ചാൽ നന്നായി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി മേടിച്ചു പോയി എന്ന് പറയാറുണ്ട്. എന്തായാലും ഈ കഥ വേദത്തിൽ പറഞ്ഞ ചരിത്രമാണ്. ഇതം വിഷ്ണുർവിചക്രമേ ത്രേധാനി ദധേ പദം, ഭഗവാൻ 3 അടി അളന്നു എന്ന് പറഞ്ഞു വേദം. ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ഷണ്ണോ വിഷ്ണു രുക്രമഃ, ത്രിവിക്രമനായ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് വേദത്തിൽ പറഞ്ഞ ചരിത്രമാണ്. വേദത്തിൽ പറഞ്ഞ ചരിത്രം വർണ്ണിച്ചപ്പോൾ വേദം രക്ഷിച്ച മത്സ്യാവതാരം ഓർമ്മ വന്നു. അപ്പോൾ വേദം രക്ഷിച്ച മത്സ്യാവതാരവും കൂടി പറഞ്ഞുകൊണ്ടാണ് 8ാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു.